രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കി. ഒഴിവാക്കിയത് ഹിന്ദുക്കളെന്ന് സ്വയം പറയുന്നവർ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഭാഗം. നീക്കിയവയിൽ ബിജെപിക്കും RSSനുമെതിരായ പരാമർശങ്ങളും. ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി മറുപടി നൽകും. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ സാധ്യത. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വൈകിട്ട് 4 മണിക്കാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി അശ്വിനി എസ് ചേരുന്നു. അശ്വിനി, ഈ കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ നീണ്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് വലിയ രീതിയിൽ ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചിരുന്നു. നമ്മൾ അസാധാരണമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വെച്ചിരുന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ അടക്കം എഴുന്നേറ്റ് നിന്ന് ഈ കള്ളം പറയുന്നു, രാഹുൽ ഗാന്ധി കള്ളം പറയുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തി സഭ അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല ഇന്നലെ തന്നെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ വർഗീയവാദികളാക്കാൻ ശ്രമിക്കുന്നു, തൃശൂലം എടുത്തിരുന്നു എന്നതടക്കം ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ അമിത്ഷാ അടക്കം ഒരു നീക്കം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏതൊക്കെ വാക്കുകളാണ് സഭാരേഖയിൽ നിന്നും നീക്കിയിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ, പ്രതിപക്ഷത്തെ വായടപ്പിക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കമായി കൂടി ഇതിനെ വിലയിരുത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാനായിട്ട്. രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖർഗെയും ഇന്നലെ വലിയ രീതിയിൽ തന്നെ കടന്നാക്രമണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും RSSനെതിരായിട്ടുള്ളതും അതുപോലെ തന്നെ ഈ അഗ്നിവീർ പരാമർശം RSSനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നീക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി തന്നെ 2 തവണ എഴുന്നേറ്റ് നിന്ന പ്രസംഗത്തിലെ ഈ പറഞ്ഞ പരാമർശങ്ങളെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. ഹിന്ദുക്കളെ അടക്കം അക്രമകാരികളെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതെന്നടക്കമുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി ഇതിനെതിരെ രംഗത്ത് വന്നത്. അതുപോലെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നടക്കം അമിത്ഷായും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും പുറമെ 5 കേന്ദ്രമന്ത്രിമാരും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ഈ പരാമർശങ്ങളെ എതിർത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ BJPയുടെ നേതാക്കളും MPമാരും എല്ലാം പാർലമെന്റിന് പുറത്തും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് തുടർച്ചയെന്നാണ് ഇപ്പോൾ ഈ ഒരു ഇത്രയും വിവാദം അല്ലെങ്കിൽ ഇതിന്റെ പേര് പരാമർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം വളരെ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് ഇത് നീക്കം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും സമാനമായ രീതിയിൽ ഇന്നലെ രാജ്യസഭയിലും അദ്ദേഹം പ്രസംഗം നടത്തിയിരുന്നു. അഗ്നിവീറിന്റെ പരാമർശം അതുപോലെ തന്നെ അഗ്നിവീറുകൾ തെരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയിട്ടാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഖർഗെ പറഞ്ഞത് RSS ആളുകളെ സേനയിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അഗ്നിവീർ എന്ന പദ്ധതി ആരംഭിച്ചതെന്നായിരുന്നു. ഈ പരാമർശങ്ങൾ അതുപോലെ തന്നെ മുദ്ര എന്നടക്കമുള്ള വാക്കുകളും ഒക്കെയാണ് ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തത്. ഈ വിഷയത്തിൽ അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പേരിൽ തന്നെ ഇന്ന് BJP MPമാരുടെ ഒരു പ്രതിഷേധം അടക്കമുള്ള സാധ്യതകൾ പാർലമെന്റിൽ ഇന്നുണ്ടാകും, ലോക്സഭയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്തതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സഭാ സമ്മേളനം, പ്രത്യേകിച്ച് ലോക്സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാവും എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. ശ്രീലക്ഷ്മി. ശരി അശ്വിനി, എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് വലിയ രീതിയിൽ ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാൻ തക്ക നീക്കം എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ. അതിൽ നമ്മൾ ഓർക്കേണ്ട ഒരെണ്ണം BJPക്കും RSSനും ഒക്കെ എതിരായ പരാമർശങ്ങൾ കൂടി അതിൽ നീക്കിയിരിക്കുന്നു. വിവാദമെന്ന് കരുതപ്പെടുന്നതിനപ്പുറമുള്ള ഭാഗങ്ങൾ കൂടി ഈ ഹിന്ദുക്കളെന്ന് സ്വയം പറയുന്നവർ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു ഭാഗത്തിന് പുറമെ BJPക്കും RSSനും എതിരെയൊക്കെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളും ഒക്കെ ഇപ്പോൾ സഭാരേഖകളിൽ നിന്നും നീക്കിയിരിക്കുകയാണ്. എന്താണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ 4 മണിക്ക് പ്രസംഗം നടത്തുന്നുണ്ട്. അതിലറിയാം ഇനി എന്തൊക്കെ കടന്നാക്രമണങ്ങളാണ്, എന്തൊക്കെ പുതിയ സ്ട്രാറ്റജിയാണ് BJP പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കാനായി കാത്തുവച്ചിരിക്കുന്നത് എന്ന്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയത് അശ്വിനി എസ് ആണ്, ന്യൂസ് ഡെസ്കിൽ നിന്ന്.